ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പടക്ക വിപണിയും സജീവമായി. ചൈനീസ് പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. ഉപഭോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പുത്തൻ പേരുകളിലാണ് പടക്കങ്ങൾ എത്തുന്നത്. വാളിൻ്റെ ആകൃതിയിലുള്ള ഗാലക്സി സോള് വിപണിയിൽ ശ്രദ്ധയാകർഷിക്കുന്നു. നാടും നഗരവും ക്രിസ്മസ് തിരക്കിലമരുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ പടക്ക വിപണിയും സജീവമായി. ചൈനീസ് പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെ. ഗാലക്സി സോഡ്, ക്രിക്കറ്റ് ബാറ്റ്, ഡ്രാഗൺ റോക്കറ്റ് എന്നീ പടക്കങ്ങളും വിപണിയിലുണ്ട്. ഗാലക്സി സോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പടക്കം വാളിൻ്റെ ആകൃതിയിലുള്ളതാണ്. ക്രിക്കറ്റ് ബാറ്റ് ആകൃതിയിലുള്ള പടക്കം, ലവ് ചിഹ്നത്തിൻ്റെ ആകൃതിയിൽ വരുന്ന കമ്പിത്തിരികൾ, വിവിധ മൃഗങ്ങളുടെയും പക്ഷികളുടെയും പേരിലും രൂപത്തിലുമുള്ള ഫാൻസി പടക്കങ്ങൾ എന്നിവയൊക്കെ വിപണിയിലുണ്ട്. റോക്കറ്റ് ഇനത്തിൽ വരുന്നതാണ് ഡ്രാഗൺ പടക്കങ്ങൾ. സാധാരണ പടക്കക്കടകളിലുള്ള റോക്കറ്റിനേക്കാളും കൂടുതൽ ദൂരം പോകാൻ ഇതിന് കഴിയും. പൊട്ടിക്കഴിഞ്ഞാൽ 3ഓളം വിവിധ നിറങ്ങൾ തെളിയും. മീനിൻ്റെ രൂപത്തിലുള്ള നിലാത്തിരികളും പുതിയ ട്രെൻഡാണ്. പരമ്പരാഗത പടക്കങ്ങളും വിപണിയിലുണ്ട്. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് കൂടുതലായും കമ്പിത്തിരികളും ചക്രങ്ങളും അടക്കമുള്ളവയാണ് കൂടുതൽ വിറ്റുപോകുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. പല നിലകളിലായി പൊട്ടുന്ന കത്തുന്ന പൂക്കൾ, അതുപോലെ കത്തിക്കഴിയുമ്പോൾ മയിൽ വിടർന്ന് നിൽക്കുന്ന പോലെയുള്ള വെറൈറ്റി, മയിലായിട്ട് തന്നെ തോന്നും കത്തിക്കഴിയുമ്പോഴത്തേനും. അങ്ങനെ പല പല വെറൈറ്റിയുള്ള പൂക്കളുണ്ട്. പിന്നെ മുകളിൽ പോയി പൊട്ടി വരികയെന്ന ആദ്യമേ ബസ്സിലടിക്കും, പിന്നെ അതുപോലെ പിന്നെ ചക്രമായിട്ട് പോകുന്നു പടക്കങ്ങളെന്ന് പറഞ്ഞാൽ. കൂടുതലും ചൈനീസ് പടക്കങ്ങളാണ് ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വെറൈറ്റി ഐറ്റംസ് ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസിനോടനുബന്ധിച്ച് പടക്ക വിപണി വിപുലമായി തന്നെ വരികയാണ്. മുൻകാലങ്ങളിലിപ്പോൾ തന്നെ കച്ചവടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓലപ്പടക്കം ഉണ്ട്, പക്ഷേ അതിനേക്കാൾ അനുബന്ധിച്ച് വെറൈറ്റിയാണ്, ചൈനീസ് വെറൈറ്റിയാണ് ആൾക്കാർ അന്വേഷിച്ച് വരുന്നത്. ഓലപ്പടക്കം ഉണ്ട്, കച്ചവടമുണ്ട്. ഓലപ്പടക്കം വീടിപ്പടക്കം കച്ചവടമുണ്ട്. പക്ഷേ ആ കാലം അതിനേക്കാൾ നല്ല കൂടുതൽ വെറൈറ്റി ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. പിന്നെ പല നിലകളിലായിട്ട് പൊട്ടുന്ന ഗുണ്ടുകളുണ്ട്, അമ്മുട്ടുകൾ പല നിലകളിൽ 7 നിലയിൽ പൊട്ടുന്നുണ്ട്. അങ്ങനെ പല അത് ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വാള് രാത്രിയാണ്. അതൊരു 10 മിനിറ്റോളം കത്തി തന്നെ നിൽക്കും. അപ്പോൾ അതേ വെറൈറ്റി ആയിട്ടോ കണ്ട് വാളാന്ന് തോന്നുള്ളൂ. അതുപോലെ തന്നെ പിന്നെ ഗുഡിയാന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ കമ്പത്തിരി ടച്ച് ചെയ്ത് മുകളിൽ കത്തിച്ചാൽ മതി. അതിങ്ങനെ പല വെറൈറ്റി ആയിട്ട് മൾട്ടി കളറാണ്. ഏറ്റവും താഴ്ന്ന വില എന്ന് പറഞ്ഞാൽ 10 രൂപ തൊട്ട് 4000 രൂപ വരെയുള്ള സാധനമുണ്ട്. ക്രിസ്മസിനെ അനുബന്ധിച്ച് പൊട്ടുന്നതല്ല കൂടുതലും. പൊട്ടുന്നത് പറഞ്ഞാൽ ന്യൂ ഇയറിനാണ് പൊട്ടുന്നത് കൂടുതൽ ആൾക്കാർ വരുന്നത്. പല നിലകളിൽ മുകളിൽ പോയി പൊട്ടുന്നത്. ക്രിസ്മസിനാണ് വെറൈറ്റി പൂക്കൾ, ചക്രങ്ങൾ, അങ്ങനെ ചൈനീസ് പടക്കങ്ങളാണ് അധികം. സൗണ്ടല്ല അവർ ഉദ്ദേശിക്കുന്നത്. സൗണ്ട് വരുന്നത് നമ്മുടെ ന്യൂ ഇയറിനാണ്. അതാണ് കൂടുതലും കച്ചവടം. ന്യൂ ഇയറിനാണ് പൊട്ടുന്ന പടക്കങ്ങളുടെ വിൽപ്പന. കുട്ടികൾക്കിടയിൽ പ്രിയപ്പെട്ട ഒരു പടക്കത്തിൻ്റെ രൂപമാണ് പേപ്പർ ബോംബുകൾ. 5 രൂപ മുതൽ 5000 രൂപ വരെയുള്ള പടക്കങ്ങൾ വിപണിയിലുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ വിലയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മേശാപ്പൂവിൻ്റെ ഇനത്തിൽ വരുന്ന വ്യത്യസ്ത ഇനങ്ങൾ വിപണിയിലുണ്ട്. മയിൽപ്പടക്കം എന്ന പേരിൽ വരുന്നത് കത്തുമ്പോൾ മയിൽ പീലി വിടർത്തുന്ന പോലെ വിവിധ വർണ്ണങ്ങളിൽ കത്തും. ഒരു തിരി കൊളുത്തിയാൽ 2 തവണ കത്തുന്ന ഗോൾഡ് ഫിഷിൻ്റെ ആകൃതിയിൽ വരുന്ന ഗോൾഡ്ബർഗും ശ്രദ്ധ ആകർഷിക്കുന്നു. യൂറോസ്റ്റാർ, ടിറ്റു, ബ്ലോസം വയലറ്റ്, റംഗൂൺ, സിൽവർ സ്റ്റാർ, സ്കൈ ഷോട്ട്സ്, കിറ്റ്കാറ്റ്, റോബോ കിഡ്സ്, ഇങ്ങനെ പോകുന്നു പടക്ക ഇനങ്ങളുടെ പേരുകൾ. ഓലപ്പടക്കങ്ങൾ, മാലപ്പടക്കങ്ങൾ, കമ്പിത്തിരി, പൂക്കുറ്റി തുടങ്ങിയ ഇഷ്ട ഇനങ്ങൾക്കും ചിലവ് ഏറെയാണ്. ശിവകാശിയിൽ നിന്നാണ് പടക്കങ്ങൾ വിപണിയിലെത്തിക്കുന്നത്. വരും ദിവസങ്ങളിൽ പടക്ക വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.